ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭീമന് ഒരു വാണിംഗ് നൽകി ഗിരി അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഗോപിക വാതിൽ തുറന്നു നോക്കുമ്പോൾ പീതാംബരനായിരിക്കും. പീതാംബരനാണെങ്കിലോ ഇടിച്ചു കയറുകയാണ്. സഞ്ജയ് ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടല്ലോ, നിങ്ങൾ ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരാണെന്നോ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കസാരയിൽ കയറിയിരുന്നിട്ട് നീ പോയിട്ട് എനിക്കൊരു ഗ്ലാസ് തണുത്ത നാരങ്ങ വെള്ളം കൊണ്ടുപോവാ, അതിൽ മധുരം ഇടണ്ട, ഉപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ നിങ്ങളുടെ പണിക്കാരത്തി ഒന്നുമല്ല എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം സഞ്ജയ് അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അങ്ങനെ സഞ്ജയ്, എടോ താൻ ആരാടോ, താൻ എന്തിനാടോ ഇവിടെ വന്നിരിക്കുന്നത്, തനിക്ക് നല്ല അടിയുടെ കുറവാണ്, താൻ എന്താ വല്ല ഭ്രാന്തനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഭ്രാന്തനാണോ, ഞാൻ ആരാണെന്ന് ഇതല്ലേ തനിക്കറിയേണ്ടത്, അത് ഇപ്പോൾ അറിയിച്ചതാ, ഒരുപക്ഷെ എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടുമെന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ എന്താ തൻ്റെ പേര് എന്ന ആകാംക്ഷയോട് കൂടി നിൽക്കുമ്പോൾ പീതാംബരൻ എന്ന പേര് പറയുമ്പോൾ ഇവരാകെ പേടിക്കുന്നു കേട്ടോ. ഗോപികയും സഞ്ജയും വിറച്ച് നിൽക്കണേ. എന്താ പേടിച്ചോ? എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനാണ് വന്നത്, എനിക്ക് കുറച്ച് പണം വേണമെന്ന് പറയണേ. അത് കേട്ട ഉടൻ തന്നെ തനിക്കെന്തിനാണോ ഞങ്ങൾ പണം തരേണ്ടത്? അതെ, മാധവൻ്റെ മരണത്തിൽ ആരാണ് കാരണക്കാരനെന്ന് എനിക്ക് നന്നായി അറിയാം. അത് കേട്ട ഉടൻ തന്നെ അവർ പേടിക്കുന്നുണ്ട്. എന്താടോ താൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോൾ, അതെ, ഗിരിയെ കുറേ ഞാൻ ഭീഷണിപ്പെടുത്തി, ഗിരിയോട് ഞാൻ കുറേ പണം ചോദിച്ചു, അവൻ തന്നില്ല. അവനാണ് ആ ഡെഡ് ബോഡിക്ക് കൂട്ടുനിന്നതെങ്കിലും അവൻ്റെ വേണ്ടപ്പെട്ട ആരോ അത് കൊല ചെയ്തത് കൊണ്ടാണ് അവനത് കൂട്ടുനിന്നത്. അല്ലെങ്കിൽ ഒരിക്കലും സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കുന്നവനാണ് ഗിരി, അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യില്ല. ഈ നാട്ടിൽ ഒരേ ഒരാളുള്ളത് അവനക്ക് ഗോപാൽജിയാണെന്ന് പറയുമ്പോൾ സഞ്ജയ് ആകെ ഞെട്ടി നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയും, തന്നെ ഈ പറയുന്ന മാധവനെ കൊല്ലാനുള്ള കാരണം, തനിക്കന്നൊരു കേസുണ്ടായിരുന്നല്ലോ സഞ്ജയ്, ഒരു പെൺ കേസ് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു സീന് കാണിക്കുന്നുണ്ട്. ആ ഒരു കേസിൽ തന്നെ മാധവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടല്ലേ നീ മാധവനെ കൊന്നതെന്ന്, മാധവനെ നിൻ്റെ അച്ഛൻ കൊന്നത് എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ആകെ പേടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഗോപിക പറയണേ, നിങ്ങൾ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കരുത്, ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലോട്ടൊക്കെ ഇറങ്ങണം. അത് തന്നെ പറഞ്ഞത്, ഏട്ടൻ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കുന്ന 50 ലക്ഷം ഇങ്ങ് തായോ, എന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നീ ആരോടാണ് ഈ കളിക്കുന്നതെന്ന് നിനക്ക് നന്നായി അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്ക് നന്നായി അറിയാമെന്ന് തിരിച്ച് പീതാംബരനും പറയുന്നു കേട്ടോ. അങ്ങനെ പീതാംബരൻ അങ്ങ് ഇത് സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശാലിനി കയറി വരുന്നത്. ശാലിനിയെ കണ്ട ഇവരാകെ പരിങ്ങാണ്. അപ്പോൾ തന്നെ ശാലിനി ചോദിക്കും, ഇത് ആരാ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്, അച്ഛൻ എന്നെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അവിടെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഗോപിക പറയണ, അച്ഛൻ ഇവിടെ ഇല്ല, എൻ്റെ ഏട്ടൻ ഇവിടെ ഇല്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടണം കേട്ടോ. എന്നാൽ ഈ സമയം ശാലിനി ഇവരെ രണ്ടുപേരെ ഒന്ന് തുറിച്ച് നോക്കിയിട്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതേ സമയം ഗോപിക പെട്ടെന്ന് ഗിരിക്ക് വിളിക്കാൻ പറയണേ. അങ്ങനെ സഞ്ജയ് ഗിരിക്ക് വിളിക്കുകയാണ്. അങ്ങനെ സഞ്ജയ് ഒട്ടും ഇഷ്ടമില്ലാതെ ഗിരിക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഗിരിക്കാണെങ്കിൽ സഞ്ജയുടെ ഫോൺ കോൾ കാണുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ സഞ്ജയോട് ചോദിക്കും, നീ എന്തിനാടാ എനിക്ക് വിളിച്ചത് എന്ന് പറയുമ്പോൾ, അതേ ഒരു അർജൻറ്റ് കാര്യമുണ്ട്, ഒന്ന് നേരിൽ വരണമെന്ന് പറയണേ കേട്ടോ. ഇതേ സമയം എന്തിന്, അതൊക്കെ ഉണ്ട്, വാ എന്ന് പറയണേ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ഗിരി വരുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ഗിരിയോട് ഗോപിക പറയണേ, അതെ ആ പീതാംബര ഇവിടെ വന്നിരുന്നു, അതിനെന്താ ഞാൻ വേണ്ടത്? അവൻ നിന്നെ ഭീഷണിപ്പെടുത്തി, നീ പണം നൽകിയില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. അവൻ ഇപ്പോൾ 50 ലക്ഷം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ അതങ്ങ് കൊടുക്കണം. അപ്പോൾ ഉടൻ കൊടുക്കുന്നത് കൊണ്ടല്ല, പണത്തിൻ്റെ കാര്യമല്ല, ഒരു പ്രാവശ്യം 50 കൊടുത്ത് അവൻ വീണ്ടും വീണ്ടും ഇതിന്മേ തന്നെ പിടിക്കും. ഈ കാരണത്തിൻ്റെ പേര് എത്ര ലക്ഷങ്ങൾ അവന് കൊടുക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നിങ്ങനെ ഗോപിക പറയാനിട്ടോ. അതുകൊണ്ട് ഇതെങ്ങനെ പരിഹരിക്കാം? അയ്യോ, ഞാൻ ഇത് പരിഹരിക്കാനുമില്ല, ഒന്നിനുമില്ല. കാരണം ഒരു തെറ്റ് ഞാൻ ചെയ്തു, അത് തന്നെ നീറുന്നു. മലക്ക് മാലയിട്ട ഒരാളായതുകൊണ്ട് ഞാനത് ചെയ്യില്ല. അപ്പോൾ ഗോപിക പറയണം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗോപാൽജിയുടെ രാഷ്ട്രീയമായി അതൊക്കെ നോക്കേണ്ടടാ, നീയല്ലേ അതൊക്കെ നോക്കേണ്ടത്. എനിക്കിപ്പോൾ എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഗോപാൽജിയെ ഒരിക്കലും ഞാൻ കൊടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാനൊന്നും ചെയ്യില്ല. നിങ്ങൾ പണം കൊടുത്തോ എങ്ങനെയോ നിങ്ങൾ ഇത് പരിഹരിച്ചോ എന്ന് പറയുമ്പോൾ, ഗോപാൽജിയെ നീ കൈ ഒഴുകുകയാണോ എന്നിങ്ങനെ സഞ്ജയ് ചോദിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഗിരി പറയണം, കൈ ഒഴിഞ്ഞിട്ടില്ല, പീതാംബര എൻ്റെ പേര് പറയുകയാണെങ്കിൽ ആ തെറ്റ് ഞാനെല്ലാം അങ്ങ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്ന് പോകുമ്പോൾ ഇവരാകെ ആശയക്കുഴപ്പത്തിലാവണിട്ടാ. ഈശ്വര, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കണം. എന്നാൽ ഈ സമയം ഗിരി കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഉമ്മറത്ത് നിൽക്കുന്നു. അത് കാണുന്ന എല്ലാവരും അത് കണ്ട ഉടനെ തന്നെ ഗിരി ഇങ്ങനെ ഞെട്ടി നിൽക്കണം. എന്തപ്പോൾ എല്ലാവരും എന്നെ കാത്തു നിൽക്കുന്നു എന്ന ആ ഭാവത്തിൽ ഞെട്ടി നിൽക്കണം. അപ്പോൾ ഉടൻ തന്നെ വനമ്മ പറയണം, മോനെ ഗിരി ഒരു പ്രശ്നമുണ്ട്, ഇനി അകത്തോട്ട് കയറിപ്പോയില്ല. അതെന്താ? നമ്മുടെ മഞ്ജുവിന് ലീവായിരിക്കുന്നു. എന്ത്? അതുകൊണ്ട് അവളെ എന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല. അത് കേൾക്കുന്ന ഗിരി പറയാം, അവളെന്താ ഇവിടെ നിന്നാൽ കുഴപ്പം ഇല്ല, നിർത്താൻ പറ്റില്ല, ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അവളെ വേറെ വീട്ടിലോട്ട് മാറ്റണം. അപ്പോഴേക്കും അവിടെ സ്വപ്ന
സോറി മഹിമ പറയാണ് അതിനിപ്പോൾ എന്താ ഇവിടെ വീട്ടിലോട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഗിരിയേട്ടൻ കാണാതിരുന്നാൽ പോരെ, ഒരു റൂമിൽ നിന്ന് ഒരു റൂമിലോട്ട് അങ്ങ് മാറ്റിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുടൻ തന്നെ അതൊന്നും നടക്കില്ല എന്നിങ്ങനെ സ്വപ്നം പറയണം. അതൊക്കെ എത്ര നോക്കിയിട്ടും കാര്യമില്ല, അതൊന്നും നടക്കില്ല എന്ന് പറയണേ. വേറൊരു വീട്ടിലോട്ട് തന്നെ മാറ്റണം. അപ്പോഴേക്കും കുഞ്ഞാറ്റ് പറയാം അതിന് ഇവർക്ക് വീടുണ്ടെങ്കിലല്ലേ, എവിടെയെങ്കിലും ഇവർക്കൊരു പോയി നിൽക്കാൻ ഒരു വീട് വേണ്ടേ, അതില്ലാത്തവർക്ക് എന്താ ചെയ്യുക. അപ്പോൾ സ്വപ്നം പറയണം ഇതാണ് ചെറ്റക്കുടിയിൽ നിന്ന് കല്യാണം കഴിച്ച ഗിരിയേട്ട അങ്ങനെയൊക്കെ ഇടങ്ങറായിരിക്കും എന്ന് പറയുമ്പോൾ മഹിമക്ക് നല്ല സങ്കടമാവണം കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ ഈ വാക്കുകൾ പറഞ്ഞതും സ്വപ്ന ഈ വാക്ക് പറഞ്ഞതും ഒത്തിരി സന്തോഷത്തിൽ ഇങ്ങനെ ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇങ്ങനെ ഭാനുമ്മ നിൽക്കണം കേട്ടോ. ഇതേ സമയം നിങ്ങളിവിടുത്തെ ജോലിക്കാരിയാണെങ്കിൽ ജോലി ചെയ്യുക, അല്ലാതെ ഇങ്ങനെ ഏഷണി പറയുന്ന നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ മാല ഇട്ടത് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കണക്കിന് തന്നിരുന്നു എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞാറ്റ് വീണ്ടും പറയണം എന്തായാലും മഞ്ജുവിനെ വേറൊരു വീട്ടിലോട്ട് മാറ്റണമല്ലോ, അവൾക്കൊരു വീടില്ലല്ലോ എന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ അവിടോട്ട് ഇങ്ങനെ മുകുന്ദൻ കയറി വരികയാണ്. മുകുന്ദനാണെങ്കിൽ എന്താ ഇവിടുത്തെ പ്രശ്നം, അതെ നമ്മുടെ മഞ്ജുവിന് ലീവായിരിക്കുന്നു, അതാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം, അത് അവൾക്കൊരു വേറൊരു വീട്ടിലോട്ട് താമസം മാറണം എന്നിങ്ങനെ കുഞ്ഞാറ്റ് പറയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ എടാ ഞാനും നീയും ഒപ്പമല്ലേ മാലയിട്ടത്, നമ്മൾ രണ്ടാളും ഒരുമിച്ച് പോകാനല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലോട്ട് ഇനി മഞ്ജു മാറട്ടെ. അത് കേട്ടാ ഇങ്ങനെ ഗിരിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗിരി പറയാം അതൊന്നും ശരിയാവില്ല ഏട്ടാ, നിൻ്റെ അമ്മക്ക് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോഴേക്കും അവിടെ മഹിമ പറയണേ ഞാനും കൂടെ ചേച്ചിയുടെ കൂടെ പോയിക്കോളാം എന്ന് പറയണേ. ഇത് കേട്ട ഉടനെ തന്നെ മുകുന്ദൻ പറയണേ എൻ്റെ അമ്മ ഞാൻ ഇങ്ങനെ മല ചോട്ടാൻ പോകുമ്പോൾ എൻ്റെ അമ്മ തനിയാവുന്നുള്ളൊരു സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഇതായത്. എന്തായാലും എനിക്ക് സന്തോഷമുണ്ട്, എൻ്റെ അമ്മക്ക് ഒത്തിരി സന്തോഷമാവും, ഞാൻ എൻ്റെ അമ്മക്ക് വിളിച്ച് പറയട്ടെ എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റ് വീണ്ടും പറയണേ എന്തായാലും വീടില്ലാത്തതുകൊണ്ട് ഇവർക്ക് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കേണ്ടി വരികയല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം മുകുന്ദൻ ഫോൺ ചെയ്യാൻ പോയ സമയം കൊണ്ട് അവിടെ ഉടൻ തന്നെ പറയാണ് ഗിരി പറയണേ നിങ്ങൾ ഇവിടെ വീട്ടുവേലക്ക വന്നതെങ്കിൽ വീട്ടുവേല ചെയ്യുക, ഇങ്ങനെ ഏഷണി പറയാൻ നിന്ന് അതൊരിക്കലും കേട്ട് നിൽക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് അകത്തോട്ട് ഗിരി കയറിപ്പോവാൻ ശ്രമിക്കുമ്പോൾ ഭാനുമതിയമ്മ പറയണേ നീ ഇങ്ങോട്ടൊക്കെ അവളുണ്ട് അവിടെ എന്ന് പറയണേ. അതിനെന്താ, അവളെ എനിക്ക് കാണാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, എന്നാൽ കാണാതെ ഞങ്ങൾക്കൊരു ഡോറിൻ്റെ അപ്പുറം നിന്ന് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയാൻ വാക്കുകളില്ല കേട്ടോ. എന്നാൽ ഈ സമയം മഹിമ അതിമേ അങ്ങ് കയറി പിടിക്കുകയാണ്. മഹിമ പറയണേ ഇതാണ് ഗിരിയേട്ടൻ്റെ സ്നേഹം, എന്ത് സ്നേഹമാണ് ഗിരിയേട്ടനെ, ഒരിക്കലും എൻ്റെ ചേച്ചിയെ പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല, എല്ലാം ഭാനുമതി അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഭാനുമതി അമ്മക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഞെട്ടി നിൽക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലും മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗിരിയേട്ട എന്താ എന്ന് ചോദിക്കുകയാണ്. എടോ താൻ ഈ സമയം തന്നെ ഇങ്ങനെ ആയല്ലോ, തന്നെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, വല്ലാതെ മിസ് ചെയ്യുന്നു എന്നിങ്ങനെ പറഞ്ഞ സമയം എനിക്കും മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, കെട്ടുനിറയായി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഗിരിയേട്ടനെ യാത്ര അയക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല, എന്ത് ചെയ്യാൻ, ആരോട് പറയാൻ എന്നൊക്കെ ഇങ്ങനെ മഞ്ജു പറയട്ടെ. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എടോ, തനിക്ക് വിഷമമുണ്ടോ ഞാൻ ഗൗരിയമ്മയുടെ വീട്ടിലോട്ട് തന്നെ പറഞ്ഞയക്കുന്നതിൽ, അതൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ വിഷമമുണ്ടെങ്കിൽ താനിവിടെ ഒരു റൂമിൽ നിന്നോ നമുക്ക് ഇങ്ങനെ അങ്ങ് തുടരാം, അത് വേണ്ട, എനിക്ക് ഡ്യൂട്ടിക്കൊക്കെ പോകാനുള്ളതല്ലേ, കഷ്ടകാലത്തിന് അവിടെ ഇവിടെയും വെച്ച് എങ്ങനെയെങ്കിലും കണ്ടു വന്നാൽ നോമ്പൊക്കെ വെറുതെ ആവില്ല, അപ്പോൾ അതിന് നിൽക്കണ്ട, അതുകൊണ്ട് എൻ്റെ ഗിരിയേട്ടൻ പോയി വരുന്നത് വരെ എനിക്ക് ഇത് മതി എന്ന് പറയണേട്ടാ. അപ്പോൾ അവർ ആ ഒരു ഡോറിൻ്റെ ആ അപ്പുറം നിന്ന് അവരുടെ പ്രണയം നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ്. എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് നല്ലതിൻ്റെ തുടക്കമാണ്, അയ്യപ്പ സ്വാമിയുടെ ഒരു അനുഗ്രഹം കൂടി നമുക്ക് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.